നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 52. വല്യേട്ടൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ ജയ് പകച്ചു നിൽക്കുകയായിരുന്നു. ആ സമയം ജയ്യുടെ മനസ്സിൽ കടന്നുപോയത് ഒരുപാട് ചിന്തകളായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് മീനുവിന് നൽകിയ വാക്കിൻ്റെ പുറത്താണ് കഴിഞ്ഞ 6 മാസമായിട്ടും മീനുവിനെ സഹിക്കുന്നത്. ഇനി ഒരു 6 മാസം കൂടി പിടിച്ചു നിൽക്കണം ആ വാക്കൊന്ന് പാലിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് വല്യേട്ടന് ഇങ്ങനെയൊരു വാക്ക് താൻ നൽകിയാൽ ജീവിതകാലം മുഴുവൻ തനിക്ക് അവളെ സഹിക്കേണ്ടി വരും. അതൊരിക്കലും സാധിക്കില്ല. മീനുവിനെ പോലൊരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ സഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. വാക്ക് പറഞ്ഞാൽ പാലിച്ച് തനിക്ക് ശീലമുള്ളൂ. അങ്ങനെയുള്ള തനിക്ക് ഇങ്ങനെയൊരു വാക്ക് ഒരിക്കലും വല്യേട്ടന് നൽകാൻ കഴിയില്ല. ജയ് മനസ്സുകൊണ്ട് ചിന്തിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവെ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ ഒരു കുരുക്കിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. വല്യേട്ടന് അങ്ങനെയൊരു വാക്ക് കൊടുക്കേണ്ട ഗതികേട് എനിക്ക് വരുത്തല്ലേ. ജയ്യുടെ ചിന്തകളും പ്രാർത്ഥനകളുമായി അങ്ങ് നിന്ന് പോയപ്പോൾ വല്യേട്ടൻ പെട്ടെന്ന് അതിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് ചോദിച്ചു, എടാ, നീ എന്താ ഇത്രയ്ക്കും ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചത്, നീ വിവാഹം കഴിച്ച നിൻ്റെ പെണ്ണിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ നീ ഉണ്ടാവുമോ എന്നാണ്. അതിന് ഉണ്ടാവും എന്നൊരു വാക്ക് പറയാൻ നീ ഇത്രയ്ക്ക് ആലോചിക്കുന്നത് എന്താ? വല്യേട്ടൻ വളരെ സ്നേഹത്തോടെ ചോദിച്ചു. ജയ് അപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവെ, ഈ കുരുക്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന്. പെട്ടെന്നാണ് ജയ്യുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നതുപോലെ സുചിത്ര കടന്നു വരുന്നത്. വല്യേട്ടൻ്റെ ഭാര്യ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? ദേ, അവിടെ എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. വല്യേട്ടനെ കണ്ടപാടെ സുചിത്ര ചോദിച്ചു. അതാ ഞാൻ ഇവനോടൊരു കാര്യം, അവൻ ഇവിടെ തന്നെ ഉള്ളതല്ലേ? ദേ, വന്നവരൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് ചെന്നേ. സുചിത്ര വല്യേട്ടനെ അവിടെ നിന്ന് ഒഴിവാക്കി. എന്നാൽ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് വല്യേട്ടൻ അവിടെ നിന്ന് പോയി. വല്യേട്ടൻ പോയതോടെ ജയ് രക്ഷപ്പെട്ടു എന്ന സമാധാനത്തിൽ പോകാനൊരുങ്ങി. അപ്പോഴേക്കും സുചിത്ര തടഞ്ഞു. നിന്ന്, എനിക്ക് തന്നെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. സുചിത്ര ജയ്യോടായി പറഞ്ഞു. നിൻ്റെ പേര് ജയ് അല്ലേ? അതെ. മീനുവിൻ്റെ ഭർത്താവ് അല്ലേ? അതെ. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. ഞാൻ സുചിത്ര, ഇപ്പോൾ പോയ ആ മനുഷ്യൻ്റെ ഭാര്യ. വല്യേട്ടൻ്റെ ഭാര്യയാണല്ലേ? അതെ. പരിചയപ്പെട്ടതിൽ സന്തോഷം. ജയ് വളരെ വിനയത്തോടെ പറഞ്ഞു. നിൻ്റെ ഈ അതിവിനയം അതായിരിക്കുമല്ലേ ഇവിടെയുള്ളവരെ മുഴുവൻ വീഴ്ത്തിയത്? പെട്ടെന്നായിരുന്നു സുചിത്രയുടെ അങ്ങനെയൊരു ചോദ്യം. ജയ് ശരിക്കും ഒന്ന് നെട്ടി. മനസ്സിലായില്ല. അല്ല, നിങ്ങളുടെ വിവാഹക്കാര്യം എൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു, നിന്നേക്കാളും പ്രായക്കൂടുതലുള്ള ഒരു 2ാം കെട്ടുകാരിയെ നിന്നെപ്പോലെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തിനു വിവാഹം കഴിക്കുന്നു എന്ന്. അന്ന് എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഇത്രയും പേരുടെ മുന്നിൽ എൻ്റെ ഭർത്താവ് നടത്തിയ ആ പ്രഖ്യാപനം കേട്ടപ്പം എനിക്ക് മനസ്സിലായി, നീ എന്തിനാണ് മീനുവിനെ വിവാഹം കഴിച്ചതെന്ന്. എനിക്കിപ്പോഴും നിങ്ങളെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞുതരാം. പറഞ്ഞോളൂ. നിൻ്റെ ഉദ്ദേശം ഈ കുടുംബത്തിൽ കയറുക എന്നതായിരുന്നു. അതിന് നീ കണ്ടെത്തിയ ഒരു വഴി, അതാണ് മീനു അല്ലേ? അപ്പം പിന്നെ അവൾക്ക് പ്രായമായെന്നോ അല്ലെങ്കിൽ അവൾ 2ാം കെട്ടുകാരിയാണെന്നോ എന്നൊന്നും നോക്കേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. സുചിത്രയുടെ വാക്കുകൾ ജയ്ക്ക് അല്പം വേദനയുണ്ടാക്കി. ഈ കുടുംബത്തിൽ കയറുക, എല്ലാവരുടെ പ്രീതി പിടിച്ചു പറ്റുക, എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുക, അങ്ങനെ കുടുംബത്തിൽ തന്നെ ഒരാളാവുക, അതാണല്ലോ കുറച്ചു മുമ്പ് എൻ്റെ ഭർത്താവ് നടത്തിയ പ്രഖ്യാപനം. നീ ഇന്നു മുതൽ ഈ കുടുംബത്തിലെ അംഗമാണ്, ഇവിടുത്തെ ദത്തുപുത്രനാണ്, എന്തൊക്കെയായിരുന്നു. വല്യേട്ടനാ പറഞ്ഞത് എൻ്റെ അറിവോടെയല്ല, ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. നീ ഒരുപാടങ്ങ് നല്ലവനാവാമെന്ന് വിചാരിക്കണ്ട. ഇവിടെയുള്ളവരോട് അഭിനയിച്ച് നിൽക്കുന്നത് പോലെ എൻ്റെ അടുത്ത് എന്തായാലും പറ്റത്തില്ല.
ഇവിടെയുള്ളവർ സ്നേഹം കണ്ട മണ്ടന്മാരായിപ്പോവും. ഞാൻ അങ്ങനെയല്ല. എനിക്ക് ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് എന്നെ അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. എനിക്കിപ്പോഴും നിങ്ങളെന്താ പറയുന്നത് മനസ്സിലായിട്ടില്ല. ആ, നിന്നെപ്പോലുള്ളവരങ്ങനെയാണല്ലോ, ശുദ്ധ പാവങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് കള്ളവും ചതിയൊന്നും മനസ്സിലാവില്ലല്ലോ, അല്ലേ? ഞാൻ ആരെ ചതിച്ചു എന്നാണ് നിങ്ങളീ പറയുന്നത്? ഇപ്പോൾ ചതിച്ച് കാണില്ല, ഇനി ഭാവിയിൽ ചതിക്കാമല്ലോ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നിനക്ക് ഈ കുടുംബത്തിൽ മീനുവിൻ്റെ ഭർത്താവായിട്ട് തുടരാം. അതെനിക്ക് പ്രശ്നമല്ല. അത് എത്ര കാലം വേണമെങ്കിൽ നീ ജീവിച്ചോ, മീനുവിൻ്റെ ഭർത്താവായിട്ട് മാത്രം. അതിനും അപ്പുറത്തേക്ക് ഈ കുടുംബത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നീ ശ്രമിക്കരുത്. ജയ് മറുത്തൊന്നും പറഞ്ഞില്ല. അതായത് ഈ കുടുംബത്തിൽ വേറെയും പെൺകുട്ടികളുണ്ട്. എനിക്കും 3 പെൺകുട്ടികളാണ്. അവരുടെയൊക്കെ ഹൃദയത്തിൽ അങ്ങ് കയറിക്കളയാമെന്നൊന്നും വിചാരിച്ചേക്കരുത്. ജയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു സുചിത്രയുടെ വാക്കുകൾ കേട്ടിട്ട്. എങ്കിലും അപ്പോഴും അവൻ മൗനം പാലിച്ചു. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിൻ്റെ വലിയേട്ടൻ നേരത്തെ നടത്തിയ ആ പ്രഖ്യാപനത്തിൻ്റെ പകരത്തിനായിട്ട് എൻ്റെ വീട്ടിലോട്ട് കയറാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എൻ്റെ വീടിൻ്റെ പടി പോലും നിന്നെപ്പോലൊരുത്തനെ ഞാൻ കയറ്റില്ല. ഏതോ ഒരുത്തൻ, വെറും ഒരു സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളിയായ നീ ഈ കുടുംബത്തിൽ കയറിയത് മീനുവിനെ വിവാഹം കഴിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ള നിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം ആവണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളെപ്പോലെ സാധാരണ തട്ടിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സിലെ ചിന്ത ഇതുപോലൊക്കെയാണ്. എങ്ങനെയെങ്കിലും ഒരു പണക്കാരി പെണ്ണെ കറക്കിയെടുത്ത് സുഖമായിട്ട് ജീവിക്കണം. നിന്നെപ്പോലത്തവരുടെയൊക്കെ മനസ്സിൽ ഇതിനപ്പുറത്തേക്കുള്ള ചിന്തകളൊന്നും വരില്ലെന്ന് എനിക്ക് ഊഹിക്കാം. പിന്നെ മീനുവിന് പ്രായം കൂടി ആയതുകൊണ്ട് തന്നെ അവളെ ഒരുപാടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനും നിന്നെക്കൊണ്ട് പറ്റില്ല. അപ്പം പിന്നെ കുടുംബത്തിൽ വേറെ പെൺകുട്ടികളെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങും. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ കയറി കൊത്താമെന്ന് വിചാരിക്കേണ്ട. പറഞ്ഞത് മനസ്സിലായോ? സുചിത്രയുടെ വാക്കുകൾ ജയുടെ ഹൃദയത്തിൽ വല്ലാണ്ടങ്ങ് ആഴ്ന്നിറങ്ങി. അവൻ്റെ കണ്ണിൽ ആ വേദന ശരിക്കും രൂപപ്പെട്ടു. കൈകൾ കൂട്ടിപ്പിടിച്ച് അവൻ കടിച്ചമർത്തി. ഒന്നും പ്രതികരിച്ചില്ല. നിൻ്റെ വലിയേട്ടനും ഈ കുടുംബത്തിലുള്ളവരെയൊക്കെയും നീ സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും അവരെ അങ്ങ് കയ്യിലാക്കിയതുപോലെ മറ്റുള്ളവരെയും കയ്യിലാക്കാമെന്ന് കരുതണ്ട. എൻ്റെ കുടുംബത്തിലോ ഞങ്ങളുടെ വീട്ടിലോ നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. വലിയേട്ടൻ്റെ പ്രഖ്യാപനം കേട്ട് ആ ഭാഗത്തേക്ക് വരാനും നിൽക്കണ്ട. മനസ്സിലായോ? പ്രത്യേകിച്ച് എൻ്റെ പെൺമക്കളുടെ അടുത്ത് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാ നീ. മനസ്സിലായോ? ഞങ്ങളുടെ ഒരു സ്റ്റാറ്റസിൻ്റെക്ക് തീരെ ചേരാത്തൊരു ബന്ധമാണിത്. എന്നിട്ടും മീനുവിൻ്റെ ഭർത്താവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിന്നോട് സംസാരിച്ചത് തന്നെ. നിനക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതും പറഞ്ഞ് സുചിത്ര നടക്കാനൊരുങ്ങി. പെട്ടെന്ന് ജയ് അവരെ ഒന്ന് വിളിച്ചു. 1 മിനിറ്റ് ഒന്ന് നിൽക്കണേ, എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോയിക്കൂടെ? ജയുടെ ആ വാക്കുകൾ കേട്ട് സുചിത്ര അവിടെ നിന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും. ജയുടെ മറുപടി എന്താണെന്നറിയാൻ കാത്തിരിക്കുക.